ഹായ് ഹലോ ഗൈസ്, ഇന്നലെ ഞാനപ്പോൾ പഫ് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ബേബി പിങ്ക് കളറിലെയാണ് ഈ സെൻറ്റർ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ അതിലിട്ടിട്ടുള്ള സ്റ്റിച്ചില്ലേ, അതിനടിയിലൂടെ ഹുക്കിനെ കൊളുത്തിയിട്ട് നമ്മുടെ പെറ്റലിൻ്റെ യാണില്ലേ, അതായത് ആ ബേബി പിങ്ക് യാണ്, അതിന് നമ്മൾ ഹുക്കിലോട്ട് എടുക്കുക. ബാക്കി ആ ടെയിലിൻ്റെ ഭാഗം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക, എന്നാലേ കറക്റ്റ് ഇരിക്കുകയുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെറ്റലിൻ്റെ നീളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ 4 ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 3 ഇട്ട് 4ാമത്തെ കൊണ്ട് ഇട്ടിട്ട് നമ്മൾ, അപ്പോൾ നമ്മുടെ പെറ്റലിൻ്റെ നീളമാണ് ആ 4 ചെയിൻ സ്റ്റിച്ച് എന്ന് പറയണത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡബിൾ ക്രോഷറ്റുകൾ ആ സെയിം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടണം. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷറ്റ് ഇടുന്ന പോലെ എടുത്തു, നമ്മൾ നന്നായിട്ട് നീട്ടി കൊടുക്കണം, എന്നാലേ നമുക്ക് ആ 4 ചെയിൻ സ്റ്റിച്ചിൻ്റെ അതേ ഹൈറ്റ് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ മാത്രമേ പുറത്തോട്ട് എടുക്കത്തുള്ളൂ. ഇനി പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ആദ്യം ചെയ്തതാണ്, അതായത് ഡബിൾ ക്രോഷറ്റ് പോലെ എടുക്കുക, എന്നിട്ട് നമ്മൾ നന്നായിട്ട് നീട്ടി കൊടുക്കുക. പിന്നെയും നമ്മൾ ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ 2 അങ്ങനത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ സെയിം ഈ സ്റ്റിച്ചിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പോലത്തെ ഈ പെറ്റൽ ഉണ്ടാക്കാൻ പോകണ ആദ്യത്തെ സ്റ്റെപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ആ 2 സ്റ്റിച്ചിലൂടെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ 4 ലൂപ്പാണ് ഉണ്ടാവുക ഇവിടെ ഹുക്കിൽ. ഓക്കെ, ഇനി നമ്മൾ പിന്നെയും ഡബിൾ ക്രോഷറ്റ് ചെയ്യണം. അതെവിടെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിലോട്ട് പിന്നെയും ഡബിൾ ക്രോഷറ്റ് ചെയ്യുക. ഇത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് ലൂപ്പ് ഇതിൽ കിടക്കുകയാണ് ഹുക്കിൽ. നമ്മൾ കൺട്രോൾ ചെയ്തിട്ടൊന്ന് ചെയ്താൽ നന്നായിട്ട് വലിച്ചു കൊടുത്തിട്ട് മാത്രം ആ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. ഇങ്ങനെ നമ്മളിപ്പോൾ മൊത്തം 6 എണ്ണം ചെയ്യണം, എന്നാലേ നമുക്ക് ആ പെറ്റൽ നല്ല പഫി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യണത്. ഇനി നമ്മുടെ കയ്യിൽ ഏറ്റവും ലാസ്റ്റ് 7 ലൂപ്പാണ് ഉണ്ടാവുക നമ്മുടെ ഹുക്കിൽ. അതിലൂടെ മൊത്തം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് കടത്തി കൊടുക്കുക. ഇത് കുറച്ച് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും പോരാനായിട്ട്, ഇത്തിരി സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വരിക, കാരണം 7 ലൂപ്പിൽ കൂടെ വരണം നമുക്ക്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ ആദ്യം പുതിയ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഇനി നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നമ്മുടെ സെൻറ്ററില്ലേ, വൈറ്റിൻ്റെ സെൻറ്റർ, വൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള സെൻറ്റർ, അത് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ലാസ്റ്റ് അവസാനിപ്പിച്ച അവിടേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചിട്ട് കണ്ടോ, ഈ പിങ്കിയാണ് പോയിട്ടുള്ള ആ ഹോളില്ലേ, അതിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു പെറ്റൽ ഉണ്ടാക്കി കഴിയും. അങ്ങനെ നമ്മൾ 4 പെറ്റലും കൂടെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനത്തെ പഫി ഫ്ലവർ കിട്ടും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കുഷ്യൻ എഫക്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക എല്ലാ പെറ്റൽസും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. എല്ലാവരും കൂടി വന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.